തയ്യാറായി കഴിഞ്ഞു. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് നമുക്കൊപ്പം ഉള്ളത്. ഇനി നമുക്ക് സീ പ്ലെയിൻ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒന്ന് പോകണം. മുഖ്യമന്ത്രി അവിടെയുണ്ട്. ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ സീ പ്ലെയിൻ നേരെ കൊച്ചി കായലിൽ നിന്ന് പറന്ന് മാട്ടുപ്പെട്ടി മലനിരകളിലേക്ക് പറന്ന് കയറാൻ പോവുകയാണ്. ഫ്ളാഗ് ഓഫ് നിർവഹിക്കാൻ പോകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. നമ്മുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂർ ഇപ്പോഴുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. സീ പ്ലെയിൻ ഉദ്ഘാടനമാണ്. ജലപ്പരപ്പിൽ നിന്ന് നേരെ മലനിരകളിലേക്ക് പറന്നു കയറാൻ പോകുന്നു. കേരളത്തിന്റെ വികസന കുതിപ്പായി മാറാൻ പോകുന്നുവെന്നാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അർജുൻ മട്ടന്നൂർ, വലിയ ചടങ്ങുകളാണോ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതായത് കേരളത്തിൽ ഇതുവരെ പരിചയമില്ലാത്ത, കേരളത്തിൽ ജനങ്ങൾക്ക് വലിയ കൗതുകം ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ സീപ്ലെയിന്റെ ഒരു പരീക്ഷണ പറക്കലാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ ചെറു വിമാനമാണ് സീപ്ലെയിൻ. അതായത് വെള്ളത്തിലും കരയിലും ഒരുപോലെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന വിമാനം എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. 10:30 ഈ വിമാനം കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്നും ഇത് പറന്നുവരും. നേരെ ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഈ ചെറുവിമാനം പറക്കുക. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഈ വിമാനത്തിൽ മാട്ടുപ്പെട്ടിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് ഈ വിമാനം മാട്ടുപ്പെട്ടിയിലെത്തും. മാട്ടുപ്പെട്ടി ഡാമിലായിരിക്കും ഈ വിമാനം ലാൻഡ് ചെയ്യുക. അവിടെയും വലിയ സ്വീകരണ പരിപാടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ മാലദ്വീപ് മാതൃകയിലുള്ള ഒരു വികസനം അതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും നേരത്തെ കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ വിമാനം ഇത്തരത്തിൽ പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ കേരളത്തിലും പരീക്ഷണ പറക്കൽ നടക്കാൻ പോകുന്നത്. 17 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ചെറു വിമാനമാണിത്. 2 പൈലറ്റുമാരുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ കരുത്താകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ കേരളത്തിൽ കൂടുതൽ ജലാശയങ്ങളും ടൂറിസവും ഒക്കെ തന്നെയുള്ള കേരളത്തിൽ ഇത്തരം ചെറു വിമാനങ്ങൾ കൂടി വരികയാണെങ്കിൽ അത് ടൂറിസത്തിന് വലിയ ഒരു ഉന്മേഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമ്മൾ ഇന്നലെ തന്നെ ഇതിന്റെ ഒരു ലാൻഡിംഗ് നമ്മൾ വിഷ്വൽ ദൃശ്യങ്ങൾ തത്സമയം തന്നെ കാണിച്ചിരുന്നു. കൊച്ചി കായലിൽ, അതായത് ബോൾഗാട്ടി പാലസിന് തൊട്ട് മുമ്പിലുള്ള ബോൾഗാട്ടി മറീനയിൽ ഇന്നലെ ഈ വിമാനം ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഞാനിപ്പോൾ നിൽക്കുന്ന പോലുള്ള ഈ വാട്ടർ ഡ്രോമുകൾ മാത്രമാണ് ഇതിനാവശ്യം. കേരളത്തിൽ തന്നെ കുമരകം, അതോടൊപ്പം തന്നെ മറ്റ് പല ജില്ലകളിലെയും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കുമരകം, കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർക്യൂട്ട് തന്നെ, ടൂറിസം സർക്യൂട്ട് തന്നെ കൊണ്ടുവരാനുള്ള പദ്ധതിയുണ്ട്. എന്തായാലും നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരീക്ഷണ പറക്കൽ നടക്കുന്നത്. ഇത് എത്രത്തോളം വിജയകരമാകും എന്നതിനനുസരിച്ചിരിക്കും ഇതിന്റെ ഈ പദ്ധതിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ഒക്കെ തന്നെ ഇതിനോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അല്പസമയത്തിനകം തന്നെ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യും. മന്ത്രി P രാജീവ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടിയിൽ ഇത് സ്വീകരിക്കാൻ വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്നത് ഈ വിമാനത്തിന്റെ ഉൾവശമാണ്. അതായത് ഒരു ചെറു വിമാനമാണ്. ഈ ചെറു വിമാനത്തിൽ ഏതാണ്ട് 17 പേർക്ക് ഇരിക്കാൻ കഴിയും. ഈ കാണുന്നത് പോലെ നിവർന്നു നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇരുന്ന് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഈ ആകാശ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല വലിയ ഒരു സ്ഥലം ഇതിനെ ലാൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത. ഏതാണ്ട് 1 കിലോമീറ്റർ താഴെയുള്ള ഒരു ദൂരം, അതോടൊപ്പം തന്നെ ഒരു 2 അടിയോളം വെള്ളം, അത്ര മാത്രമാണ് വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. ഒരു കനേഡിയൻ കമ്പനി നിർമ്മിച്ച വിമാനമാണ് ഇത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് കൊച്ചിയുടെ കായലിൽ നിന്നും പറന്നുയരും. അതിനുശേഷം ഇത് ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലേക്ക് അരമണിക്കൂർ കൊണ്ട് ഈ വിമാനം എത്തും എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൊച്ചിയിലുള്ളവർ, അതോടൊപ്പം തന്നെ ഇടുക്കിയിലുള്ളവർ. ഇടുക്കി ആകട്ടെ എയർ സ്ട്രിപ്പ് പോലും ഇതുവരെ സാധ്യമാകാത്ത ഒരു മേഖലയാണ്. അവിടെയാണ് ഒരു വിമാനം വന്ന് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം വിമാനം പറന്നുവരും. കൊച്ചി ബോൾഗാട്ടിയിലെ മറീനയിൽ വെച്ചാണ് ഈ വിമാനം പറന്നു വരാൻ പോകുന്നത്. അരുൺകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂർ, ആ പ്ലെയിനിലൊക്കെ കയറാൻ എത്ര രൂപ ആവുമെന്നും കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്തായാലും ഇതൊരു പരീക്ഷണ പറക്കൽ മാത്രമാണ് അരുൺകുമാർ. അതിനുശേഷം ഇതൊരു ടൂറിസം പദ്ധതിയായി കേരളത്തിൽ കൊണ്ടുവന്നാൽ അതിനുശേഷം മാത്രമേ ഇതിന്റെ ഒരു ചിലവ് നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒരു 10,000-ൽ കുറയാത്ത തുക ഒരാൾക്കുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാധാരണ
ഇന്ത്യയിലെ ഒരു ചെലവനുസരിച്ച് എത്രത്തോളം വരുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഇത് എവിടെയൊക്കെ സർവീസ് നടത്തണം, എത്ര രൂപ ചെലവ്, ഏത് തരത്തിലായിരിക്കണം പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പദ്ധതി പ്രാവർത്തികമായാൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ വിമാനത്തിന്റെ ഒരു പരീക്ഷണ പറക്കലാണ്. കേരളത്തിൽ ഇത് എത്രത്തോളം സാധ്യമാണ്, കേരളത്തിൽ ഈ വിമാനം ഇറങ്ങാനും അതോടൊപ്പം തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ തന്നെ എത്രത്തോളം സാധ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് ഇവിടുത്തെ പരീക്ഷണ പറക്കലിന് ശേഷം വിമാനം നേരെ പോകുന്നത് ആസാമിലേക്കാണ്. ഇത്തരത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ സീപ്ലെയിൻ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന ഒരു പരീക്ഷണമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരീക്ഷണ പറക്കൽ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. മൂന്നാറിനോട് ചേർന്നുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഇത്തരമൊരു സീപ്ലെയിൻ ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും കൊച്ചി കണ്ട ശേഷം ഉടൻ തന്നെ മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വളരെ മനോഹരമായ ആകാശ കാഴ്ചകൾ അവർക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. എന്തായാലും ഈ പദ്ധതി വരട്ടെ, അതിനുശേഷം ഈ പദ്ധതി വിജയകരമാകട്ടെ. മാലദ്വീപ് മോഡൽ ഇത്തരത്തിലുള്ള നിരവധി സീപ്ലെയിനുകൾ കേരളത്തിന്റെ ആകാശത്ത് വട്ടമിട്ട് പറക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും അതിന്റെ ഒരു തുടക്കമാകും ഇത് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂർ മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ സീപ്ലെയിൻ എന്നുള്ളത്. അതിന്റെ പരീക്ഷണ പറക്കലിന്റെ ഫ്ളാഗ് ഓഫ് ആണ് നടക്കുക. എത്ര വരും ചിലവ് എന്നുള്ളതൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഒരു പ്രേക്ഷകൻ പറയുന്നു നവകേരള സദസ്സ് പോലെ ആവാതിരുന്നാൽ മതി, അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതൊരു ട്രോളായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാവണം, പരീക്ഷണ പറക്കലുകൾ ഉണ്ടാവണം. നമ്മൾ ടൂറിസം മേഖലയെ മൊത്തത്തിൽ ഉണർവിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരട്ടെ. അപ്പോൾ കൊച്ചിയിലെ ബോൾഗാട്ടി കായലിൽ നിന്ന് നിങ്ങൾ ഈ പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ നേരെ പറന്ന് നേരെ പോകുന്നത് മാട്ടുപ്പെട്ടിയിലേക്കായിരിക്കും. മാട്ടുപ്പെട്ടിയിലെ അണക്കെട്ടിൽ ലാൻഡ് ചെയ്യും. ഷൂ എന്ന് പറഞ്ഞാൽ താഴെ പോകുന്നല്ല, ലാൻഡ് ചെയ്യും എന്നാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്യുകയോ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന വിമാനം അത് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു. പരീക്ഷണ പറക്കലാണ് നടക്കാൻ പോകുന്നത്. അരമണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്ക് എത്താം. അവിടെ എത്തി മാട്ടുപ്പെട്ടിയിലെ കാഴ്ചകളും ടോപ്പ് സ്റ്റേഷനിലെയും വട്ടവടയിലെയും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു മാട്ടുപ്പെട്ടിയിൽ നിന്ന് വീണ്ടും പൊങ്ങിക്കഴിഞ്ഞാൽ നേരെ കൊച്ചി കായലിൽ വന്ന് ലാൻഡ് ചെയ്യും സേഫായി. അപ്പോൾ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ കൊച്ചി ടു മാട്ടുപ്പെട്ടി, മാട്ടുപ്പെട്ടി ടു കൊച്ചി. അപ്പോൾ പരീക്ഷണ പറക്കലാണ്. മിക്കവാറും അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ 10,000 രൂപയെ പുറത്ത് വേണ്ടി വരും. നമുക്കതൊക്കെ അഫോർഡബിൾ ആണോ എന്നുള്ളതാണ്. പക്ഷെ വല്ലപ്പോഴൊക്കെ അതിനകത്തൊക്കെ ഒന്ന് കയറി പോവുക. നമുക്ക് നോക്കാം. ഈ പരീക്ഷണ പറക്കൽ കഴിഞ്ഞ് നേരെ ഈ വിമാനം പോകുന്നത് ആസാമിലേക്കായിരിക്കും. എന്തായാലും കൗതുകപൂർവ്വമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ള ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഫ്ളാഗ് ഓഫിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് ചെറിയ ഇടവേളയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഉള്ളത് ചേലക്കരയിലാണ്. ചേലക്കര മണ്ഡലത്തിലാണുള്ളത്. അവിടുത്തെ മുതിർന്ന പൗരന്മാരടക്കം ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ 1-2 പ്രതികരണങ്ങൾ കൂടി ഒന്ന് വളരെ വേഗം എടുത്തിട്ട് വരാൻ തോന്നുന്നു. നമസ്കാരം. എല്ലാ ദിവസവും വാർത്ത കാണുന്ന ചേട്ടനാണ് അല്ലേ? രാവിലെ കാണാറുണ്ട്. ഇവിടെ തൊട്ടടുത്താണോ വീട്? ആണ് അല്ലേ? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ടോ? ബുദ്ധിമുട്ടാണ്. ഈ ഒരു കണ്ണുകൊണ്ടാണോ കാണുന്നത്? ആണോ? ഈ TV കാണുന്നതും ഒന്നുകൊണ്ടാണോ? ആണോ? അപ്പൊ ഇത് എത്ര കാലം മുമ്പ് പോയതാ? 7 വയസ്സിൽ.